ഇത് ഊടിയിരിക്കുന്നതാണോ? അറബികളും ദേഷ്യപ്പെട്ടു. അല്ല ബുസൈദെ, മന്ത്രിക്കാരല്ലേ നിങ്ങൾ അയച്ചിട്ടുള്ളൂ? അള്ളാന്റെ ഖുർആൻ ഊടിയിട്ട് കൂലി വാങ്ങുക. നിങ്ങൾ വിളയ എപ്പോഴും വിളക്കില കളിക്കുക കളിക്കായി. അപ്പോൾ ഒരു സംഘം സഹാബികൾ പറഞ്ഞു, അദ്ദേഹത്തിന് കുട്ടിയിൽ കുശുമ്പ് കാണിക്കണ്ട, എന്താണ് കളിക്കായി. അപ്പോൾ പിന്നെ ആരോ പറഞ്ഞു, അവിടെ മദീനയിലേക്കല്ലേ നമ്മൾ പോകുന്നത്, അവിടെ റസൂലുള്ളാഹി ഇല്ലേ? ഇത് വാങ്ങാൻ പാടില്ലാത്ത ധനമാണെങ്കിൽ നമുക്ക് ഈ ഗ്രാമത്തെ അറിയാമല്ലോ, ഇവിടെ മടക്കിക്കൊടുത്ത് എത്തിക്കണം. അതല്ല, ഇത് വാങ്ങാൻ പറ്റുന്ന ഒരു ധനമാണെങ്കിൽ ഹലാലായി കിട്ടിയ ഒരു മുതൽ എന്തിനാണ് മടക്കുന്നത്? അബൂ സഈദിന് മുതൽ കിട്ടുന്നത് നിങ്ങൾ കുടുംബാലിക്കുന്നത് എന്തായാലും വേണ്ടിയില്ല. നേരെ മദീനയിൽ ചെന്നു, പുണ്യനബിയുടെ അരിയിൽ ചെന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് ഹബീബിനോട് കാര്യം പറഞ്ഞു. നബിയെ, വിഷം തീണ്ടിയ ഒരാളെ വേണ്ടി മന്ത്രിക്കാൻ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ മന്ത്രിക്കാൻ പോയി. അങ്ങനെ മന്ത്രിച്ചിട്ട് കൂലി വാങ്ങിയ അബൂ സഈദ് വന്നു. ഞങ്ങൾക്ക് തർക്കമി ആയി. ഈ വിഷയത്തിൽ തീർപ്പ് പറഞ്ഞു തരണം. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ആദ്യമായി വന്നത്. യാത്ര കഴിഞ്ഞ ഉടനെ നേരെ അവിടെ വന്നത് അതിനു വേണ്ടിയാണ് എന്ന് അസ്ഹാബ് മുഹമ്മദി എന്നിട്ട് പറഞ്ഞു, കൂലി വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഖുർആനാവുന്നു. ഏറ്റവും നല്ല കൂലി ഖുർആന് കിട്ടിയ കൂലിയാണ്. പക്ഷെ ഒരാൾക്ക് കിട്ടിയാൽ അവനെ ഒറ്റക്ക് എടുക്കേണ്ടത് പക്കത്തി മഹാബൈനക്കും. അപ്പൊ നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഓഹരി ചെയ്യണം. ഓഹരി ചെയ്താലും പോരാ, ഒന്നരി പൂലി മയക്കും സെർമൻ. ഓഹരി ചെയ്യുമ്പോ ഓരോ ഓഹരി എനിക്കും തരണം. കാരണം ഞാനല്ലേ ഫാത്തിഹ പഠിപ്പിച്ചത്, ഞാൻ ഫാത്തിഹ പഠിപ്പിച്ചോണ്ടല്ലേ എഴുതിയത്. അതുകൊണ്ട് ഓരോ ഓഹരി എനിക്കും തരണം. ഏത് കിതാബിന്റെ പുറത്താണാവോ ഇത് എഴുതിയതെന്ന് പേടിക്കണ്ട. സഹീഹുൽ ബുഖാരിയിൽ ബാബുൽ ഇജാറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനൊക്കെ കൂലി വാങ്ങാം എന്ന അധ്യായം ബുഖാരി എടുത്തു നോക്ക്. ബുഖാരി അറിയും എന്ന് തോന്നിയ പോലെ അതിനെടുത്തൊന്ന് മറിച്ചെടുക്കണക്ക് നോക്കുന്ന നല്ലതാണ്. ബാബുൽ ഇജാറയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനൊക്കെ കൂലി വാങ്ങാം, കൂലി കൊടുക്കാം എന്നുള്ള ചർച്ചയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ വിശ്വാസം? ഇത് സംബന്ധമായി എന്താണ് നിങ്ങളുടെ വിശ്വാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നമ്മൾ ചിന്തിക്കും. മുസ്ലിങ്ങൾ ഇതൊക്കെ ഇവിടെ നടന്ന കാര്യമല്ലേ? ഇത് മുത്തഖീങ്ങളുടെ വഴിയല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നതിനൊക്കെ നമ്മളങ്ങോട്ട് തെറ്റിപ്പോവുക. ഇവിടെ നിങ്ങൾക്ക് ഏവരെ കണ്ടിട്ടില്ല. അവരൊക്കെ ഫത്വകൾ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ആ മഹത്തുക്കളായ നേതാക്കന്മാരുടെ ഫത്വകൾ ഇന്നുണ്ടല്ലോ. ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ഇന്നും ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ട് മോമിനിങ്ങൾ അതല്ല, ഏതോർക്കും പേച്ചു തന്നെയാണോ വാദം? അവർക്കൊക്കെ പേച്ചെന്നാണോ വാദം? പിന്നെ ആർക്കവിടെ പേച്ചാത്തത്? ഏതോർക്ക് പയച്ചു, കുത്തുബി തങ്ങൾക്ക് പയച്ചു, കണ്ണിയത്തോർക്ക് പയച്ചു, ശംസുലമൊക്കെ പയച്ചു, ഒക്കെ പയച്ചു. ഇവിടെ പറഞ്ഞല്ലോ, സാഹിബ് പറഞ്ഞ എത്ര വലിയൊരു പരമാർത്ഥം. ഇന്തോനേഷ്യക്കാർ മത്സരിച്ച് ഫത്വയുമായി വാങ്ങിക്കൊണ്ടുപോകും ഇന്തോനേഷ്യയിലേക്ക്. ലോകത്തുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള രാജ്യം. ആ നാട്ടിലേക്ക് ഫിഖഹിന്റെ കിതാബ് വാങ്ങിക്കൊണ്ടുപോകുന്നത് ഫത്വഹുൽ മുഈൻ അതുണ്ടാക്കിയത് ഇവിടെയാണ്, മലബാറിലാണ്. ഫത്വഹുൽ മുഈൻ കിതാബുൽ ശഅനുഹു അജബു. കഴിഞ്ഞ ആഴ്ച ശേഖരൊഴികൾ കോഴിക്കോട് യോഗം കൂടിയിട്ട് ആകെ ഒറ്റ പ്രമേയം പാസ്സാക്കിയത് ഫത്വഹുൽ മുഈൻ നിരോധിക്കണമെന്നാണ് കേരള സർക്കാർ. കേരള സർക്കാരിനെ കൊണ്ട് കുടുങ്ങിയ സമയമാണ്. പിന്നെ അവർക്ക് ഫത്വഹുൽ മുഈൻ നിരോധിക്കുന്ന പണിയാണല്ല. അല്ല, കേരള സർക്കാരോട് കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഫത്വഹുൽ മുഈൻ നിരോധിക്കണം. ഏതാൾക്കും മഹാന്മാരെ മേച്ചിട്ട് കയറിയാലേ ഇവന്റെ ഒക്കെ മുറ്റികൾ ഇവിടെ ചെലവാവുള്ളൂ. അതൊന്നും നടക്കൂല. എന്നണ്ട. ആ മഹാന്മാരൊക്കെ മരിച്ചുപോയാലും നിങ്ങളതൊന്നും ഇവിടെ നടക്കൂല. ഒരു കേട്ടിൽ വെച്ചാൽ 1000 കേട്ടുകൾ വരും. അല്ലാഹുവിന്റെ ദീനാണ്. അല്ലാഹു മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഒരു നാട്ടിൽ മരിച്ചാൽ 1000 നാട്ടികൾ വരും. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ മരിച്ചാൽ ഇവിടെ പലർക്കും സുഖമാകും എന്ന് പലരും വിചാരിക്കുന്നു എന്ന് പറഞ്ഞ ഇമാം ശാഫിഈ. ഒരു ശാഫിഈ മരിച്ചാൽ
ഒരു ഷാഫിഈ മരിച്ചാൽ 1000 ഷാഫിഈമാർ വരും. വന്നല്ലോ, ഇതൊക്കെ ഷാഫിഈമാരല്ലേ, ഇതൊക്കെ ഷാഫിഈമാരല്ലേ, സ്ഥിരന്മാരായ പണക്കുട്ടികളല്ലേ. നിങ്ങളുടെ വൃത്തികൾ ഇവിടെ ചെലവാക്കാൻ സമ്മതിക്കൂല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ സ്വഹാബത്തായ മുൻഗാമികളിൽ നിന്ന് എത്രയെത്ര വഹാബികളെ അകന്നു പോയിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ മഴ വെച്ചിട്ടില്ലേ? നിങ്ങൾ തോന്നിയതുപോലെ നിങ്ങൾ വ്യാഖ്യാനം നൽകിയിട്ടില്ലേ? ഏതൊരു തോന്നിവാസത്തിന്റെയും അടിസ്ഥാനം നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ വ്യാഖ്യാനം നൽകിയതല്ലേ? ഹബീബായ നബി പറഞ്ഞു, നിങ്ങൾ ആടിനെ ഊടിയിട്ട് മന്ത്രിച്ചു കൂടിയിട്ട് കിട്ടിയ ആടിനെ ഓരി ചെയ്യുമ്പോ ഓരോഹരി എനിക്കും തരണം. ഫാത്തിഹ പഠിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് എനിക്കും ഓരോഹരി വേണമെന്ന് മുഹമ്മദ് നബി. ചിന്തിക്ക്, എവിടെയായിരുന്നു സ്വഹാബികൾ ഉണ്ടായിരുന്നത്? ലോകത്തിന്റെ നാനാഭാഗത്തും സ്വഹാബികൾ കുടിയേറി. എല്ലാ കാര്യങ്ങളും സ്വഹാബികൾ ദീൻ പഠിപ്പിച്ചു. മധ്യേഷ്യയിൽ, റഷ്യയിൽ, മധ്യേഷ്യയിൽ, പോളിനേഷ്യയിൽ, ഫ്രഞ്ചിൽ, ചൈനയിൽ, ലോകത്തുള്ള ഏതൊരു നാട്ടിലും സ്വഹാബ് മുഹമ്മദിൽ. എന്നിട്ട് ഒരു വെള്ളിയാഴ്ചയെങ്കിലും അറബിയല്ലാത്ത ഭാഷയിൽ സ്വഹാബികൾ ഖുതുബ നിർവഹിച്ചിട്ടില്ല. നിങ്ങളുടെ നേതാവ് കെ എം മൗലവി എഴുതിയിട്ടുണ്ട്, KNMന്റെ നേതാവ് KM മൗലവി എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ നേതാവ് KM മൗലവി എഴുതി. അറബി നാട്ടിലോ അനറബി നാട്ടിലോ ഒരു നാട്ടിലും അന്നൽ ഹുത്ബത്തൽ മശ്റൂഅ ശറഈയായ വെള്ളിയാഴ്ചയിലെ ഹുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ ഒരിക്കലും സ്വഹാബികൾ നിർവഹിച്ചിട്ടില്ല. അറബിയല്ലാത്ത ഭാഷയിൽ ഹുത്ബ കൊണ്ടുവന്നത് അതാതുർക്ക മുസ്തഫ കമൽ പാഷ എന്ന കമ്മാടിയാണ്. മുസ്തഫ കമാൽ പാഷ എന്ന കമ്മാടിയാണ് അത് കൊണ്ടുവന്നത്. മുസ്തഫ അതാതുർക്ക കമ്മാടിയാണ്. ആ ഹുത്ബയിൽ പങ്കെടുത്തവരെ, ആ സദസ്സിൽ കൂടിയ ആളുകൾ ചെരുപ്പൂരി എറിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന നിങ്ങളുടെ നേതാവ് റഷീദുൽ തന്റെ തഫ്സീറുൽ മനാറിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇല്ലെങ്കിൽ തഫ്സീറുൽ മനാർ ഞങ്ങളെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുക എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് തമ്മാടിയായ 20ാം നൂറ്റാണ്ടിൽ തമ്മാടിയായ തുർക്കിയിലെ തമ്മാടിത്ത ഭരണത്തിന് തുടക്കം കുറിച്ച തമ്മാടിയായ മുസ്തഫ കമാലായിരുന്നു. അവന്റെ സുന്നത്തല്ലേ നിങ്ങൾ നാട്ടിലാകെ ചന്തക്കച്ചവടം പോലെ പ്രസംഗിക്കുന്ന ഈ ഖുത്ബ പരിഭാഷ പ്രസംഗം തോന്നിയതുപോലെ പ്രസംഗിക്കുക.